റൈറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വിനോദ് ഷൂട്ട് ചെയ്ത് അയാളാണ് ഈ കഥ എഴുതുന്നത്. അയാൾ എഴുതി തന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ അയാൾ അവിടെ നിന്നിട്ട് ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അപ്പൊ അയാൾ വേണ്ടെന്നുള്ളതാണ് നമ്മൾ തീരുമാനം. ഈ LDF അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് സാധാരണ പാർട്ടിയൊന്നുമില്ല. അങ്ങോട്ട് ചെന്ന് ചുമ്മാ ചേക്കാറാനൊന്നും പറ്റില്ല, മനസ്സിലായില്ലേ? അവരൊക്കെ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന പാർട്ടിക്കാരാണ് അവരൊക്കെ. അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അതനുസരിച്ച് അവർ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും. തീർച്ചയായിട്ടും അവർ വിളിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. അത് വേറെ കാര്യം. അത് വേറെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് അത് രണ്ടും വ്യത്യാസമുള്ളതല്ലേ. ഇത് ഞാൻ ചൂടായതൊന്നുമല്ല. കാരണം ഇതെല്ലാം ഒരു സഹജമാണ്, സിനിമയിലെ ഒരു സഹജമാണ്. പിന്നെ ഭീമൻ്റെ സംസാരിക്കുമ്പോൾ അത് ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല. അത് ആവശ്യമുള്ളിടത്ത് ചൂടായിട്ട് തന്നെ സംസാരിക്കും, അതിന് സംശയമൊന്നുമില്ല. എന്തായാലും ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ റൈറ്റർ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിനോദ് ഇനി വാ, പുറത്ത് വരാൻ, ഇങ്ങോട്ട് വരാൻ, വിളിച്ചാൽ വരണം. വരത്തില്ല. അപ്പം ഞാനും നിർത്തുകയാണ്. സന്തോഷം. റൈറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വിനോദ് ഷൂട്ട് ചെയ്ത് അയാളാണ് ഈ കഥ എഴുതുന്നത്. അയാൾ എഴുതി തന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ അയാൾ അവിടെ നിന്നിട്ട് ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അപ്പൊ അയാൾ വേണ്ടെന്നുള്ളതാണ് നമ്മൾ തീരുമാനം. വേറെ ആളെ ചെയ്യും, പബ്ലിക്കായിട്ട് പറയാം. അയാൾക്ക് സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ വേണ്ട. ഇവിടെ വരാൻ സ്നേഹമായിട്ട് പറഞ്ഞാൽ ആരും അല്പം പെരുട്ടിയാ വന്നിരിക്കുന്നത്. ഞങ്ങൾ അറിയാവുന്ന കഴിഞ്ഞ ദിവസം തത്തമ്മ പരക്കേസം പറഞ്ഞിട്ട് പടത്തിന്റെ ഇയാളുടെ അദ്ദേഹത്തിന്റെ പടത്തിന് ഡയറക്ടറുടെ പേര് പറയാൻ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു ഇത് ഞാൻ ചൂടായതൊന്നുമല്ല. കാരണം ഇതെല്ലാം ഒരു സഹജമാണ്, സിനിമയിലെ ഒരു സഹജമാണ്. പിന്നെ ഭീമൻ്റെ സംസാരിക്കുമ്പോൾ അത് ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല. അത് ആവശ്യമുള്ളിടത്ത് ചൂടായിട്ട് തന്നെ സംസാരിക്കും, അതിന് സംശയമൊന്നുമില്ല. സംസാരിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നല്ല എനിക്ക് നന്നായിട്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പോളിറ്റിക്സ് വേറൊരു സൈഡ്, സിനിമ വേറൊരു സൈഡ്. പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടില്ലല്ലോ ഞാൻ. ആകട്ടെ, ഒരു MLA MP മന്ത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. അങ്ങനെ ആവുമെന്നറിയില്ല, നമ്മൾ നോക്കാം. ദൈവം അനുഗ്രഹിച്ചാൽ നടക്കും. ഇല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ വീണ്ടും കാലുറപ്പിച്ച് പിന്നെ മുന്നോട്ട് പോകും. അതിന് യാതൊരു അംശമില്ല. ഇപ്പം പൊളിറ്റിക്കൽ ലെവലിൽ കയറിയാലും സിനിമ എന്ന് പറയുന്ന ഒരു കല അത് മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല, മനസ്സിലായില്ല. അതിങ്ങനെ ഓരോ സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. മറ്റേത് കിട്ടുകയാണെന്നല്ല അതൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സാണ്. അത് രണ്ടും ഒരുമിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പം പിന്നെ അത് ഉറപ്പല്ലേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് ഞാൻ സിനിമയിലായിരുന്ന സമയത്ത് ആദ്യം പെർമിഷൻ കിട്ടിയെങ്കിലേ പടത്തിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരിതുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകിന് ഒരുപാട് നടന്നു. ആ പെർമിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് നടന്നതാണ്. അവസാനം സത്യം മാസ്റ്ററുടെ ഒരു പെർമിഷൻ, അതായത് അദ്ദേഹം പുന്നപ്ര വയലാർ സമയത്ത് അവിടെ SI ആയിരുന്ന കാലത്ത്, അവിടെ നിന്നാണ് അദ്ദേഹം നാടകത്തിൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഒരു പെർമിഷൻ എഴുതി ചോദിച്ചായിരുന്നു, അന്ന് നമ്മുടെ സ്റ്റേറ്റിൽ. അപ്പോൾ അദ്ദേഹത്തിനൊരു പെർമിഷൻ കൊടുത്തു. അപ്പോൾ അതിനകത്തൊരു വേർഡ് ഉണ്ട്, അക്സെപ്റ്റ് ദ റെമ്യൂണറേഷൻ വിത്തൗട്ട് ഡെട്രിമെൻ്റൽ ടു അവർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് എന്നും പറഞ്ഞ് അന്നത്തെ ഇരുന്ന പിന്നെ സ്റ്റേറ്റിലുണ്ടായിരുന്ന CM ആണോ അല്ല മറ്റുള്ള ആ സമയത്തുണ്ടായിരുന്ന വെച്ചാൽ അദ്ദേഹം അവർ കൊടുത്ത ഒരു പെർമിഷൻ ലെറ്റർ ഉണ്ടായിരുന്നു. ആ പെർമിഷൻ ലെറ്റർ ഞാൻ ത്രൂ പ്രോപ്പർ ചാനൽ ഒരുപാട് ട്രൈ ചെയ്തതാണ് എനിക്കിത് കിട്ടാൻ വേണ്ടി. അത് കിട്ടിയില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ച് പിടിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് അന്ന് നമ്മുടെ MP ആയിരുന്ന
അദ്ദേഹമായിരുന്നു അന്ന് HM ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ PA ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പഴയ കാലത്തുള്ള ഫയലുകൾ എടുത്ത സമയത്ത് പറഞ്ഞത് ഇങ്ങനെ സത്യൻ മാസ്റ്റർക്ക് കൊടുത്ത സത്യനേശ്വരന് കൊടുത്തൊരു പെർമിഷൻ ലെറ്റർ ഇവിടെ എവിടെയോ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തപ്പിയെടുത്ത് അത് വെച്ച് കോട്ട് ചെയ്താണ് എനിക്ക് ഈ പെർമിഷൻ കിട്ടിയത് എന്ന് പറഞ്ഞ പോലെ സിനിമയും രാഷ്ട്രീയവും തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു പൊസിഷൻ വരികയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ CM-ൻ്റെ അടുത്ത് ചോദിച്ച് ഈ CM തന്നെ ആയിരിക്കും ഇനി അടുത്ത വരാൻ പോകണം. അതിന് യാതൊരു സംശയമുണ്ട്, എൻ്റെ മനസ്സിലുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പോകാമല്ലോ, അദ്ദേഹം പെർമിഷൻ തരുമെന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ്. അല്ല ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പാർട്ടിയുടെ ഭാഗത്ത് അതിലേക്ക് ഞാൻ ഇമ്മേഴ്സ്ഡായിട്ട് 101% ഇറങ്ങിയിട്ടില്ല. മനസ്സിലായി? ഞാനിങ്ങനെ പാർട്ടിയിലൊരു ഇപ്പം മെമ്പറായിട്ടുള്ളൊരു ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. എനിക്ക് അവിടെ നിന്നൊരു ഇത് കിട്ടിയിട്ടില്ലല്ലോ. അതെനിക്കറിയാമോ, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നുണ്ട്. പിന്നെ അത് വിളിച്ചപ്പോഴും അല്ലാതെ നമുക്ക് അങ്ങോട്ട് ചെന്ന് ഈ LDF അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സാധാരണ പാർട്ടിയൊന്നുമില്ല. അങ്ങോട്ട് ചെന്ന് ചുമ്മാ ചേക്കാറാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അവരൊക്കെ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന പാർട്ടിക്കാരാണ് അവരൊക്കെ. അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അതനുസരിച്ച് അവർ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും. തീർച്ചയായിട്ടും അവർ വിളിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. അത് വേറെ കാര്യം. എന്തോ അതിനെന്താ അത് വേറെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് അത് രണ്ടും വ്യത്യാസമുള്ളതല്ലേ. പിന്നെ ആവശ്യം നമ്മൾ ഇറങ്ങില്ല. അതാണല്ലോ നമ്മൾ ഈ പാർട്ടി അത്ര വിശ്വസിച്ച് ഇറങ്ങിയ ആളല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കും. അതിന് യാതൊരു സംശയം